ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദേവികാസ് ഡ്രീം വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഞാനിവിടെ ആറ്റുകാല് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ പൊങ്കാലയ്ക്ക് ഉള്ള സാധനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിവിടെ പൊങ്കാല ഇടാനായിട്ട് ആറ്റുകാല് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ, പൊങ്കാല ഇടുന്ന കാര്യങ്ങൾ, അതൊക്കെയാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങൾ താമസിച്ചിരുന്ന ആ വീടിൻ്റെ മുൻപിലായിട്ട് ഒരു 1.5 ഏക്കർ സ്ഥലം, ഒരു വലിയൊരു പറമ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പറമ്പിൽ ഒത്തിരി ആൾക്കാരിങ്ങനെ പൊങ്കാല ഇടാനായിട്ട് 2-3 ദിവസം മുമ്പേ സ്ഥലം പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനു മുമ്പേ ഞങ്ങൾ അവിടെ ഒരു ഈ കാണുന്ന ഇതൊരു വാഴത്തോട്ടം പോലത്തെ ഒരു ഭാഗമാണ്. അവിടെ ഞങ്ങൾ സ്ഥലം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 20-21 പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നേരത്തെ സ്ഥലം പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ കുടമാണ് കേട്ടോ, പൊങ്കാല ഇടാൻ പോകുന്ന കുടം. പിന്നെ ഈ വീഡിയോ വെച്ചിട്ട് താമസിച്ചാണ് കേട്ടോ ഞാൻ ഇട്ടത്. എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ നിന്ന് വന്നപ്പം 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. പിന്നെ ഓരോരോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോഴാണ് സമയം കിട്ടിയത് ഈ വീഡിയോ ഒന്ന് ചെയ്തിടാൻ. അപ്പം താമസിച്ചതിന് എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. ഇതൊക്കെയാണ് ഞങ്ങളുടെ കലം. ഈ 4 കലങ്ങളാണ് ഞങ്ങളുടേത്. അപ്പോൾ ഇതാണ് ആ വാഴത്തോട്ടം. ഇവിടെയാണ് ഞങ്ങൾ പൊങ്കാല ഇടുന്നത്. അപ്പോൾ ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ പൊങ്കാല ഇടാൻ വന്നിട്ടുണ്ട് കേട്ടോ. ധാരാളം എന്ന് പറഞ്ഞാൽ ധാരാളം ആൾക്കാർ ഇവിടെ പൊങ്കാല ഇടാൻ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പൊങ്കാല ഇട്ട് തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല, കാരണം നല്ല പുകയുണ്ടായിരുന്നു. അപ്പം ഒന്നും കാണാൻ കൂടി മേലാത്ത അത്ര പുകയായിരുന്നു. ഇവിടെ ഒത്തിരി ആൾക്കാർ അടുപ്പിച്ചിരുന്നതുകൊണ്ട് ഒന്നും കാണാൻ മേലാത്ത രീതിയിലായിരുന്നു പുക. അതുകൊണ്ട് അപ്പം വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. അതുമാത്രമല്ല കണ്ണൊക്കെ നീറുന്നൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കിയ പായസമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ തന്നെ ഉണ്ടാക്കിയാണ്. പിന്നെ എൻ്റെ പേരമ്മയൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു, ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ 2 പേരമ്മമാരുണ്ടായിരുന്നു. അപ്പം എൻ്റെ പേരമ്മയും ചേച്ചിയും അങ്ങനെ അവരെല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെയാണ് ഇത്രയെങ്കിലും നന്നായിട്ട് ഞാൻ പായസം ഉണ്ടാക്കിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് എന്തുകൊണ്ടോ ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് എൻ്റെ പായസം. അപ്പം ഇത്രയുള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.